ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു അര കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ്. അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പൂവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പൂവിനെ ശംഖുപുഷ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ശംഖുപുഷ്പത്തിന് ആയുർവേദത്തിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. ഇത് ഒരു ഔഷധ ചെടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിനും ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ റിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് സോഴ്സും കൂടിയാണിത്. ഒരു 10-20 പൂവ് ഞാനിവിടെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ആ ഉണക്കിയ പൂവ് നമ്മൾ നേരത്തെ എടുത്ത ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കണം, നന്നായിട്ട് വെള്ളം ഒന്ന് പിടിക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് പതുക്കെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇത് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കണം. കുറച്ച് പ്രഷർ കൊടുത്ത് തന്നെ അത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ കളർ നമുക്കിതൊന്ന് ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല കളറൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കളറൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് ഇളവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും അല്ല, ഇത് നല്ല നാച്ചുറൽ കളറാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റേത്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ പിഴിഞ്ഞെടുത്ത ആ വെള്ളം, ശംഖുപുഷ്പത്തിൻ്റെ ആ വെള്ളം ആ പാനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 4 സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം പഞ്ചസാര നമുക്കൊന്ന് ഇളക്കി അലിയിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി നീളത്തിന് അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റോളം നമുക്ക് ഈ ലായനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ഫ്ലേവർ ഇറങ്ങാനായിട്ടാണ്, ഗ്രാമ്പൂവിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ ആ ഒരു സിറപ്പിൽ കിട്ടാനായിട്ടാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനൊരു പാത്രത്തിൽ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള ആ ലായനി ഇതിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാഷൻ ഫ്രൂട്ട് എടുത്ത് കട്ട് ചെയ്യാം. ഞാനിവിടെ 2 പാഷൻ ഫ്രൂട്ട് എടുക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാം സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ പകുതിക്കാണ് വെള്ളം ഒഴിച്ചത്. നിങ്ങൾ വെള്ളവും കൂടെ ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മളെ ജ്യൂസ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്യണം. വളരെ തിന്നായിട്ട് 2 സ്ലൈസ് നാരങ്ങ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു സെർവിങ് ഗ്ലാസ് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് 2 സ്ലൈസ് നാരങ്ങ അതിലേക്ക് ഇട്ടിട്ട്
ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തണം. നന്നായിട്ടൊന്ന് അമർത്തി അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് എടുക്കണം. അടുത്തതായിട്ട് ഇതിൽ ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സിറപ്പാണ്. ആ സിറപ്പ് നമ്മൾ നാരങ്ങ നീരിൻ്റെ അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ നാരങ്ങയുടെ ആസിഡ് ആ ശംഖുപുഷ്പത്തിൻ്റെ കളറുമായിട്ടൊന്ന് മിക്സ് ആവുന്ന സമയത്ത് അവിടെ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ബ്ലൂ എന്നുള്ളത് പർപ്പിൾ ആവുന്നുണ്ട്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. അതിനായിട്ട് ഒരു സ്പൂൺ താഴേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ആ ജ്യൂസ് ഒഴിക്കേണ്ടത്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ താഴെ ഏറ്റവും ബോട്ടത്തിൽ ഒഴിച്ചിരിക്കുന്ന ലെയറുമായിട്ട് മിക്സ് ആവാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും നേരത്തെ പറഞ്ഞ മാതിരിയാണ് ഒഴിക്കേണ്ടത്. ഡയറക്റ്റ് ഒഴിച്ചാൽ അത് മിക്സായി പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഈ കൊറോണ സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.